നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് സമ്മർ വെക്കേഷൻ കിട്ടാറില്ലേ? അതുപോലത്തെ സമ്മർ വെക്കേഷനാണ് എൻ്റെ അച്ഛൻ എല്ലാ കൊല്ലവും നാട്ടിൽ വരാറുള്ളത്. അങ്ങനെ ഒരു വട്ടം നാട്ടിൽ വന്നപ്പം എനിക്കൊരു ഡയറി കൊണ്ട് തന്നു. ഡയറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ക്യൂട്ട് ഡയറി. ആ സമയത്ത് ഞാൻ നമ്മുടെ ജസ്റ്റിൻ ബീബറിൻ്റെ ഫാനായിരുന്നേ. അതുവരെ ഡയറി എഴുതാത്ത ഞാൻ അന്നോട്ട് അങ്ങേരുടെ പാട്ടുകളെല്ലാം എൻ്റെ ഡയറിക്കകത്തിൽ എഴുതി വെക്കുമായിരുന്നു. അങ്ങനെ എഴുതി ഞാൻ ജീവിതത്തിലെ പല കാര്യങ്ങളും ആ ഡയറിക്കകത്തിൽ എഴുതാൻ തുടങ്ങി. പല കാര്യമെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളും സ്കൂളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും. അങ്ങനെ അതുവരെ ഡയറി എഴുതാത്ത ഞാൻ ഒരു ഡെയിലി ഡയറി റൈറ്ററായി. പക്ഷേ സമയം വളരെ നല്ലതായതുകൊണ്ട് ആ ഡയറി എൻ്റെ ചേട്ടനൊന്ന് കണ്ടത് മാത്രമല്ല, നേരെ ഞങ്ങളുടെ പ്രിൻസിപ്പളിൻ്റെ കൊണ്ട് കൊടുത്തു. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അത്യാവശ്യം കുരുത്തക്കേടുള്ളതുകൊണ്ട് പ്രിൻസിപ്പൾ വിളിച്ചു നല്ലപോലൊരു വാണിംഗ് തന്നു. അതോടെ എൻ്റെ ഡയറി എഴുത്തലങ്ങ് നിന്നു. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഡയറി എഴുതിയിട്ടേയില്ല. ഒരുപക്ഷെ ഈ കാരണങ്ങളൊക്കെ കൊണ്ടായിരിക്കാം എൻ്റെ ചേട്ടൻ പിന്നെ വന്നപ്പം എനിക്ക് ക്യൂട്ടായിട്ടൊരു ബുക്ക് വാങ്ങിച്ചതും. അതാണ് ഇപ്പം നമ്മുടെ ടേബിളിൽ സ്ഥിരം ഇരിക്കുന്നത്. പിന്നെ ഞാനിപ്പോൾ എന്താ ഈ ജേർണലിങ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ യൂട്യൂബിലെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം ജേർണലിങ് ചെയ്യാൻ. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലുണ്ട്, എല്ലാവരും പോയി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് പറയണം.